ഇക്വേഷൻ സെക്കൻഡ് വീഡിയോ, അതായത് നമ്മൾ പാർട്ട് 2 രണ്ടാമത്തെ ഇക്വേഷൻ ഇന്ന് പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഓൾറെഡി പാർട്ട് 1 പഠിച്ചു കഴിഞ്ഞു. ആ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആണ്. എന്താ നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്താണോ അതിന്റെ നേരെ റിവേഴ്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവിനകത്ത് നമ്മുടെ ഫോർമുല എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, വാല്യൂ ഒന്ന് നേരെ ഇൻറ്റു വന്നു അല്ലേ? ദെൻ ഈ വാല്യൂ എന്താണ് വേണം? എന്നിനേക്കാൾ ഒരു വാല്യൂ കുറവ്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു എൻ എന്തായിരിക്കും? ഒരു വാല്യൂ കൂടും, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 വരും. ദെൻ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇവിടെ ഇൻറ്റു എൻ വന്നോടത്ത് ഇവിടെ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 വരും. എല്ലാത്തിനകത്തും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. വേരിയബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ പ്ലസ് സി ചേർക്കണം. ആ സിയെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അടുത്ത ഫോർമുല ആയി കഴിഞ്ഞു. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. അപ്പം നമ്മുടെ ഈ ഒരു ഫോർമുല വെച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തൊക്കെ ഈ ഇക്വേഷൻസ് എപ്പോഴും നമ്മൾ വരും. ഈ ഇക്വേഷൻ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇത് നിങ്ങൾ തെറ്റിച്ച് കളയും. അതാണ് നിങ്ങൾക്ക് മാർക്ക് അവിടെ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. നമുക്കൊരു പാടില്ല. അപ്പം നമ്മൾ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ചാപ്റ്റർ നന്നായി പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു 1000 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ ആ മാർക്ക് നമ്മുടെ പോകും. അപ്പോൾ ആ മാർക്ക് പോകാതിരിക്കണമെങ്കിൽ എന്താണ്? ഇൻ്റഗ്രേഷൻ്റെ ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മൾ എല്ലാ ചാപ്റ്ററും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോസ് പാർട്ട് 1 പാർട്ട് 2 ആയിടുന്ന ഓരോ വീഡിയോസും എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്ക് ഈ ഒരു ഫോർമുല എപ്പോഴും എല്ലാത്തിനകത്തും വരുന്ന ഒരു ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത്. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു പവർ കൂടി, അതേ നമ്പർ തന്നെ പവർ കൂടി ഇവിടെ എഴുതി. അപ്പോൾ എന്തായിരിക്കും മക്കളെ? എക്സ് റൈസ് ടു 2 ഒന്ന് കൂട്ടി നേരെ എഴുതാം. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം, 2 + 1 ഡിവൈഡഡ് ബൈ 2 + 1 + 6. അങ്ങനെ എഴുതൊന്നും വേണ്ട, സ്റ്റെപ്പ് വേണ്ട, നമുക്ക് നേരെ എഴുതാം. അറിയാലോ നമ്മളോട് 2 1 കൂട്ടി കഴിഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ആ 3 തന്നെ ഇവിടെ വരും, +6 നമ്മുടെ ഒന്നാമത്തെ ആൻസറായി കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആൻസർ. ഇനി നോക്കുക രണ്ടാമത് സെക്കൻഡ് വൺ നോക്കുക, ഇൻ്റഗ്രൽ എസ് ക്യൂബ് ഡി എക്സ്. എസ് ക്യൂബിനോട് ഒന്നോടെ കൂട്ടി എത്രയാണ് മക്കളെ? എക്സ് റൈസ് ടു 4. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, എക്സ് റൈസ് ടു 4 3 + 1. അത് നേരെ എഴുതാം, ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഡിവൈഡഡ് ബൈ 4 + c. ദെൻ മൂന്നാമത് നോക്കുക, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 ഡി എക്സ്. എന്താണ്? എക്സ് റൈസ് ടു 4നോട് ഒന്നോടെ കൂടിയാൽ എന്താണ്? എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 + c. അപ്പോൾ ഓരോ നമ്പർ ഇങ്ങനെ കൂട്ടി നമ്മൾ കൂട്ടി എഴുതണം. ഇവിടെ എന്ത് വരുന്നോ അതിനേക്കാൾ ഒരു നമ്പർ കൂടും, ആ നമ്പർ തന്നെ താഴെ വരും. പിന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് അതിനകത്ത് എന്ത് ചേർക്കും? +c ചേർക്കും. നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 8 ഡി എക്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ എക്സ് റൈസ് ടു 8 എന്ന് പറയുമ്പോൾ എന്താണ്? അതിനേക്കാൾ ഒരു വാല്യൂ കൂടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 9. 8 + 1 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ ഡിവൈഡഡ് ബൈ 9 + c വരും. അപ്പോൾ ഏതൊരു നമ്പർ ആണെങ്കിലും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ നോക്കാം, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 9 ഡി എക്സ് ആണെന്ന് വെച്ചു. അപ്പോൾ എക്സ് റൈസ് ടു 9നേക്കാൾ ഒരു നമ്പർ കൂടി കഴിഞ്ഞാൽ എത്രയും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 10 ഡിവൈഡഡ് ബൈ 10 + c വരും. അപ്പോൾ നമ്മൾ എക്സ് റൈസ് ടു n എന്ന ഫോർമുലയ്ക്കകത്ത് പവർ ഇങ്ങനെ കൂടി വരും. ഒരെണ്ണം കൂടും, അപ്പോൾ അത് തന്നെ താഴെ ആ നമ്പർ തന്നെ താഴെ വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കാം, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 ഡി എക്സ് ആണെന്ന് വെച്ചോ. എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ കൂടി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 + c ആയി നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കാം അടുത്ത നമ്പർ, ഇൻ്റഗ്രൽ. ദെൻ ആ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു -5 ഡി എക്സ് ആണെന്ന് വെച്ചോ. ഈ -5നേക്കാൾ ഒന്നോടെ കൂടി കഴിയുമ്പോൾ എന്താ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -5 + 1 ഡിവൈഡഡ് ബൈ -5 + 1 + c വരും. -5 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -4 ഡിവൈഡഡ് ബൈ -4 + c വരും. ഒരു നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നമ്മൾ വാല്യൂ എന്താണ്? അതിനോട് +1 വരുമ്പോൾ ബിഗസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ കുറച്ചിട്ട് ബിഗസ്റ്റിൻ്റെ സൈൻ കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -4 ഡിവൈഡഡ് ബൈ -4 വരും നമ്മുടെ ആൻസറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു -8 ഡി എക്സ് ആണെന്ന് വെച്ചോ.
ഇന്റഗ്രൽ എക്സ് റൈസ് ടു -8 ആണെങ്കിൽ ആ -8നോട് ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -7. -8 + 1 ഡിവൈഡഡ് ബൈ -8 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -7 + c. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാലും ഒന്ന് കൂട്ടി കഴിയുമ്പോൾ അതിനേക്കാൾ പവർ ഒന്ന് കുറയും. എക്സ് റൈസ് ടു -7 ബൈ -7 + c ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ എക്സ് റൈസ് ടു -9 dx ആണെന്ന് വെച്ചു. അപ്പോൾ -9നോട് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -8 ഡിവൈഡഡ് ബൈ -8 + c ആയി നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നോക്കുക. ഇന്റഗ്രൽ എക്സ് റൈസ് ടു -2 dx ആണെന്ന് വെച്ചു. അപ്പോൾ അവിടെ ആൻസർ എന്താണ്? ആ -2നോട് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -1 ഡിവൈഡഡ് ബൈ -1 + c ആയി ദെൻ ആൻസർ ആയി കഴിഞ്ഞു. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്റഗ്രൽ x² dx, സെക്കൻഡ് വൺ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 6 dx, തേർഡ് വൺ ഇന്റഗ്രൽ എക്സ് റൈസ് ടു -10 dx, ഫോർത്ത് വൺ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 9 dx. അപ്പോൾ ഇത്രയൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? തനിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഓരോ ബേസിക്കും ഇതുപോലെ പഠിച്ചു പോകാം. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഫോർമുല കേട്ടോ.